9th സ്റ്റാൻഡേർഡ് മാത്സ് ഫസ്റ്റ് ടേം സാമ്പിൾ പ്രാക്ടീസ് പേപ്പറാണിത്. ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 2 മാർക്കിൻ്റെതും അതുപോലെ തന്നെ 3 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 4ാമത്തെ ടൈപ്പ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. 12 മുതലുള്ള അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസാണ് 4 മാർക്കിൻ്റെ വരിക. 8 ക്വസ്റ്റ്യന് മാത്രമേ ആൻസർ ചെയ്യേണ്ടൂ. X 5 rupee coins and Y 10 rupee coins consist 80 rupees. X 10 rupee coins and Y 5 rupee coins cost 70 rupees. Write the equations. Write the equation എന്ന് പറയുമ്പോൾ നമുക്ക് 5x plus 10y equal to 80. അതുപോലെ തന്നെ 10x plus 5y equal to 70. ഇങ്ങനെ 2 ഇക്വേഷൻ ഫോം ചെയ്യാം. അടുത്തത് ഫൈൻഡ് ദി നമ്പർ ഓഫ് കോയിൻസ് ഓഫ് ഈച്ച് ഡിനോമിനേഷൻ. നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ എക്സിൻ്റെയും വൈൻ്റെ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അതും കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമ്മൾ 2 ഇക്വേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം 5x ആണ്, പിന്നെ ഇവിടെ 10x ആണ്. അപ്പോൾ ഇക്വേഷൻ 1നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഇക്വേഷൻ 1നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ അത് 10x plus 20y ഈക്വൽ ടു 160 വരും. അത് തേർഡിന് നമ്പർ കൊടുക്കാം. പിന്നെ 1 നമ്മൾ 2 ആക്കിയത് കൊണ്ട് ഇനി നമ്മൾ 1 into 2 ചെയ്തു, അത് 3 നമ്പർ കൊടുത്തു. അതായത് 1 മാറ്റി നമ്മൾ 3 ആക്കിയത് കൊണ്ട് ഇനി നമ്മൾ 3ഉം 2ഉം മാത്രം എടുത്താൽ മതി. അങ്ങനെ 3ൻ്റെ അകത്ത് 2 മൈനസ് ചെയ്യുക. 3ൻ്റെ അകത്ത് 2 മൈനസ് ചെയ്താൽ വൈൻ്റെ വാല്യൂ 6 കിട്ടും. വൈ വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 5x plus 6y എന്നുള്ളെടുക്കുക. 6ൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തു. 60 ഈക്വൽ ടു 80 വന്നു. അങ്ങനെ 5x എക്സിൻ്റെ വാല്യൂ 4 എന്ന് കിട്ടി. Sum of 2 odd numbers is 24 and the product is 143. If x and y are the numbers, then expand x plus 2 into y plus 2. x plus 2 into y plus 2 ചെയ്യുമ്പോൾ x into y xy ചെയ്യും. പിന്നെ x into 2 2x, 2 into y 2y, 2 into 2 4. ഇനി അതിൻ്റെ കാൽക്കുലേറ്റ് എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ പ്ലസ് 2. നമുക്കതിനകത്ത് ഇവിടെ വാല്യൂ ഉള്ളത് 2 ഓഡ് നമ്പേഴ്സ് എടുക്കുന്നത്. ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നതിൻ്റെ സം ഓഫ് 2 ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ. നമ്മുടെ എക്സ് ആണ് ഒരു ഓഡ് നമ്പർ, മറ്റേത് വൈ ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 24 ആണ്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എക്സ് വൈ 143 ആണ്. ഇവിടെ നമുക്ക് കിട്ടിയ ആ ആൻസറിൻ്റെ കൂടെ എക്സ് വൈ എന്ന് പറയുന്ന പ്രോഡക്റ്റ് 143 ഇട്ട് കൊടുക്കുക. അതുപോലെ 2x plus 2y എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ 24 ആണ്. അപ്പോൾ 2x plus 2y എന്ന് പറയുമ്പോൾ 24ൻ്റെ ഡബിളായ 48 എഴുതി കൊടുക്കുക. പിന്നെ പ്ലസ് 4. അങ്ങനെ ആൻസർ 195 കിട്ടും. 3 സ്ക്വയേഴ്സ് വിത്ത് ഏരിയാസ് ഓഫ് 2, 3, 5 സെൻറ്റിമീറ്റർ സ്ക്വയർ ആർ ജോയിൻ ടു ഫോം എ ട്രയാങ്കിൾ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. എന്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്കവിടെ സ്ക്വയേഴ്സ് ജോയിൻ ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. സ്ക്വയറിൻ്റെ ഏരിയ ഇത് 2 ആണ്, ഇത് 3 ആണ്, ഇത് 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ സൈഡ് √2 ആയിരിക്കും, ഇത് √3 ആയിരിക്കും, ഇത് √5 ആയിരിക്കും. വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ്? ട്രയാങ്കിളിൻ്റെ സൈഡ് √2, √3, √5. കാൽക്കുലേറ്റ് അപ്രോക്സിമേറ്റ് പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ. √2 പ്ലസ് √3 പ്ലസ് √5 ആണ്. അതിൽ √2ൻ്റെ വാല്യൂ 1.41 പ്ലസ് √3ൻ്റെത് 1.73 പ്ലസ് √5ൻ്റെ ഒന്നിക്ക് നമുക്ക് 2.2 എന്ന് എഴുതാം, അല്ലെങ്കിൽ 2.23. അത് നമ്മുടെ ഏകദേശ വിലയാണത്. ബൈഹാർട്ട് പഠിക്കണമെന്നൊന്നുമില്ല. ഏകദേശം 2.2 എഴുതിയിട്ട് ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 15. ഇൻ ദ ഫിഗർ ABCD is a parallelogram. മിഡ് പോയിൻ്റ് AB is M and മിഡ് പോയിൻ്റ് ഓഫ് CD is N. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഈ ഷെയ്ഡഡ് പാർട്ട് ഈസ് എ പാരലോഗ്രാം വൈ. ഈ ഷെയ്ഡഡ് പാർട്ട് പാരലോഗ്രാമാണ് വൈ എന്നാണ്. പ്രൂവ് ദാറ്റ് AP, PQ, QC. APയും PQയും QCയും ഒരേ നീളമുള്ളതാണ്. അതുപോലെ PQ 4 ആണെങ്കിൽ AC എത്രയാണ്? PQ 4 ആണെങ്കിൽ AC എത്രയാണ്? ഇവിടെ നമുക്ക് അറിയാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ലൈനും പാരലലാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് ഈക്വൽ. സോ ഷെയ്ഡഡ് പാർട്ട് ഈസ് എ പാരലോഗ്രാം. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാ ഇവിടെയും എന്താണ്? പാരലലാണ്. അതുപോലെ തന്നെ ഈ 2 ലൈനും പാരലലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതാ ഈ ലൈനും പാരലൽ ലൈൻസ് ആയിട്ട് തന്നെ കിട്ടുക. ഇവിടെയും പാരലൽ ലൈനായിട്ട് കിട്ടുക. അപ്പോൾ P എന്ത് കിട്ടും? മിഡ് പോയിൻ്റ്. M മിഡ് പോയിൻ്റ്, M P മിഡ് പോയിൻ്റ്,
എൻ മിഡ് പോയിൻ്റ് ആയതുകൊണ്ട് ക്യൂ മിഡ് പോയിൻ്റ് കിട്ടും. എ പി 4 ആണെങ്കിൽ പി ക്യൂയും 4 ക്യൂ സിയും 4 അങ്ങനെ ടോട്ടൽ 12 കിട്ടും. A, B, C, D are consecutive natural numbers. If A equal to X, then X plus B, C and D. A എന്ന് പറയുന്നത് X ആണെങ്കിൽ B X plus 1 ആയിരിക്കും, C X plus 2 ആയിരിക്കും, D എന്ന് പറയുന്നത് X plus 3 ആയിരിക്കും. നാച്ചുറൽ നമ്പറാണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പറാണ്. അതിൽ ബി സി മൈനസ് എ ഡി, ബി സി മൈനസ് എ ഡി എന്ന് പറയുന്നത് നമ്മൾ ബി സി ബിയും സിയും ഇൻറ്റു ചെയ്യുക, എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു ചെയ്യുക, മൈനസ് എക്സ് ഇൻറ്റു എ ഡിൻ്റെത് എക്സ് ആണ്. എ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 3 വരും. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് 2 എന്നാണ് ആൻസർ കിട്ടുക. ആ 2ൻ്റെ വാല്യൂ ഇവിടെ നമുക്ക് ഇഫ് ബി സി ഈക്വൽ ടു 72 ദെൻ എ ഡി മൈനസ് 2 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബി സി 72 ആണ്. അപ്പോൾ ബി സി മൈനസ് എ ഡി എന്ന് പറയും. അത് നമുക്ക് എന്ത് കിട്ടും? 2 എ ഡി എന്ന് പറയുമ്പം ബി സി മൈനസ് 2, അതായത് 70 മൈനസ് 2 കിട്ടും. അത് 68 ആണ് ആൻസർ കിട്ടുക. ABCD is a parallelogram. The diagonals intersected to O. OD equal to x plus y. OC equal to x plus 3y. Write the equations. നമുക്കറിയാം OA 10 ആണെങ്കിൽ OCയും 10 ആയിരിക്കാം. ആദ്യം നമ്മൾ OA 10 എന്നുള്ള രീതിയിലെടുക്കാം. OC എന്ന് പറയുന്നത് എക്സ് പ്ലസ് 3y ആണ്. OD എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ആണ്. OD എന്ന് പറയുന്നത് OD എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് നമുക്ക് 4 സെൻറ്റി, ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 4 ആയിരിക്കും. കാരണം പാരലോഗ്രാം ആണ്. പാരലോഗ്രാമിൻ്റെ ഡയഗണൽ പരസ്പരം എന്ത് ചെയ്യുക, അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതും ബൈസെക്റ്റ് ചെയ്യുക. ഇത് ബൈസെക്റ്റ് ചെയ്യും. ഇത് ഈ കൂട്ടിമുട്ടുന്ന പോയിൻ്റ് നമ്മുടെ ഈ രണ്ട് ഡയഗണലിനെയും ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ 10 ആണെങ്കിൽ അവിടെയും 10 ആയിരിക്കും, ഇവിടെ 4 ആണെങ്കിൽ അവിടെയും 4 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 4 ആണ്. രണ്ടാമത്തത് OC ആണ് നമുക്ക് തന്നിരിക്കുന്നത്. OA 10 ആണെങ്കിൽ OCയും എന്ത് തന്നെയായിരിക്കും? 10 ആയിരിക്കും. ഇക്വേഷനിലെ വലിയ ഇക്വേഷൻ രണ്ടാമത്തെയാണ്. 1 മൈനസ് ചെയ്യാം. അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് 2y 6 കിട്ടും, y 6/2 3 കിട്ടും. ഇവിടെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 4 ആണ്. y 3 കിട്ടിയാൽ എക്സ് എന്തായിരിക്കും? 1 ആയിരിക്കും. കാൽക്കുലേറ്റ് എക്സ് ആൻഡ് വൈ, അത് കണ്ടുപിടിച്ചു. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ഡയഗണലിൻ്റെ നീളം എന്ന് പറയുന്നത് AC എന്ന് പറഞ്ഞാൽ 10 + 10 20, BD എന്ന് പറഞ്ഞാൽ 4 + 4 8. Question number 18. A square is drawn on the altitude of an equal triangle. Perimeter of a triangle is 6 centimeter. ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ 6 ആവണമെങ്കിൽ അതിൻ്റെ എല്ലാ സൈഡും 2 ആയിരിക്കണം. ഇവിടെയും 2 ഈ താഴത്തതും 2 തന്നെ. അപ്പോൾ പക്ഷേ ഇവിടെ AD എന്ന് പറയുന്നത് ഇത് ഈക്വൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് D എന്തായിരിക്കും? മിഡ് പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ 1 ആയിട്ട് മാറും. അപ്പം ഞാൻ ഈ ഒരു പീസ് എടുത്തിട്ട്, അതായത് ADC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ 2, ഇവിടെ 1, ഇവിടെ √3 ആണ്. ഇവിടെ 60 ഡിഗ്രിയാണ് ഉണ്ടാവുക. ഈക്വൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ C എന്നുള്ള ഈ ഭാഗത്ത് 60 ആണ് ഉണ്ടാവുക. ഇവിടെ 60 ആകുമ്പോൾ ഇത് 90 ആണ്. ഇവിടെ 30 ആയിരിക്കും. 30 അതിൻ്റെ റേഷ്യോ 30 60 90 അതിൻ്റെ റേഷ്യോ 30 ഓപ്പോസിറ്റ് 1, 60 ഓപ്പോസിറ്റ് √3, 90 ഓപ്പോസിറ്റ് 2 എന്നായിരിക്കും. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് നമുക്ക് √3 എന്നാണ് കിട്ടുക. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് സ്ക്വയർ? ഏരിയ എന്ന് പറയുമ്പോൾ സൈഡ് ഇൻറ്റു സൈഡാണ്. ഈ BD നമുക്ക് AD, ഈ ലെങ്ത്ത് നമുക്ക് AD എന്ന് പറയുന്ന ലെങ്ത്ത് √3 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ √3 × √3 3 വരും. ഫൈൻഡ് ദ ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ട്രയാങ്കിളിൻ്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് AD ആണ്. അത് √3 കിട്ടും. Draw an isosceles triangle with a perimeter 13 cm where the length of each equal side is 1.5 length of shorter side. അതായത് ഒരു ഈക്വൽ ട്രയാങ്കിൾ ഐസോസ്ലെസ് ട്രയാങ്കിൾ വരയണം. അതിൻ്റെ പെരിമീറ്റർ 13 ആയിരിക്കണം. അപ്പോൾ ഇതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ളതാണ്. ആദ്യം 13 എന്ന് പറയുന്ന ലൈന് വരയാം. പിന്നെ നമ്മൾ ഒരു ഷോർട്ടർ സൈഡ് നമ്പർ എടുക്കുക. നമ്പറിൻ്റെ 1.5 മടങ്ങ് മറ്റേ 2 സൈഡ് കൊടുക്കുക. ഞാനിപ്പോൾ 3 എടുത്തിട്ടുണ്ട്. 3ൻ്റെ 1.5 മടങ്ങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ 1.5 എടുത്തു കഴിഞ്ഞാൽ 4.5 ആണ് വരിക. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 9 + 3 12 സെൻറ്റിമീറ്റർ ആണ് ടോട്ടൽ വരിക. ഈ ചെരിഞ്ഞ വര 12 എടുക്കുക. എന്നിട്ട് ആദ്യം 4.5 പിന്നെ 3 പിന്നെ വീണ്ടും 4.5 എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് പിന്നെ നമ്മളെ മിഡിൽ ഇതേപോലെ ഈ 2 സൈഡിൽ, അതായത് ഇവിടെ നിന്ന് ഈ 2 സൈഡ് ലെങ്ത്ത് എടുത്തിട്ട് നമ്മൾ ഇത് താഴോട്ടേക്ക് അതായത് ഈ ലെങ്ത്ത് ആയിരിക്കണം ഇവിടെ ഉണ്ടാവേണ്ടത്, ഈ ലെങ്ത്ത് ആയിരിക്കണം ഇവിടെ ഉണ്ടാവേണ്ടത്. ഇത് രണ്ടും സെയിം ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് പിക്ചർ കിട്ടുക. Question number 20. Let's see the pattern given below. 1 square minus 0 square equal to 1, 2 square minus 1 square equal to 3. ഇത് നമ്മൾ ഓഡ് നമ്പേഴ്സ് കിട്ടാൻ, ഏത് ഓഡ് നമ്പേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്തടുത്തുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്താൽ മതി എന്നുള്ള ഒരു
കൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. അതിൻ്റെ അകത്തുള്ളതാണ്. റൈറ്റ് 11 കിട്ടാൻ വേണ്ടിയിട്ട് 11 കിട്ടുന്ന നമ്പേഴ്സ് 6 + 5 ആണ്. അപ്പോൾ അതിൻ്റെ 6² - 5² ആയിരിക്കും. ഇവിടെ കണ്ടില്ലേ 5 എന്ന് പറയുമ്പോൾ 3 + 2 ആണ് 5 എന്ന് പറയുന്നത്. അതുകൊണ്ട് 3² - 1². ഇനിയിപ്പോൾ 13 ആണെങ്കിൽ 13 കിട്ടുന്ന നമ്പർ 7ഉം 6ഉം ആണ് അടുത്തടുത്തുള്ള നമ്പർ. അപ്പോൾ 7² - 6² ആയിരിക്കും. അപ്പോൾ ഇവിടെ if n = a² - b² ആണ്. n is an odd number and a + b are consecutive natural numbers, then what is a + b? a + b എന്ന് പറയുമ്പോൾ നമുക്കറിയാം a² - b² ആണെങ്കിൽ നമ്മളിവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ a + b എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ നമുക്ക് a² - b² ആണെങ്കിൽ a + b എന്ന് പറയുമ്പോൾ എന്താണ് കിട്ടുക? 5 ആണ്. ഇപ്പോൾ ഇവിടെ n തന്നതുകൊണ്ട് a + b എന്ത് തന്നെയായിരിക്കും? n തന്നെയായിരിക്കും. p, q are natural numbers. 17 = p² - q², then what is p - q? നമ്മൾ p + q, p - q എന്ന് പറഞ്ഞ് p² - q² എന്ന് പറയുമ്പോൾ അവിടെ p + q ഉണ്ട്, p - q ഉണ്ടാവും. അപ്പോൾ അതിൽ p + q 7 ആണെങ്കിൽ p - q എന്തായിരിക്കും? 1 ആയിരിക്കും. എന്നെങ്കിൽ മാത്രമേ നമുക്കിവിടെ കറക്റ്റായിട്ട് ആൻസർ വരുള്ളൂ. The sum of the digits of 2-digit number is 7. The digit reversed the new 2-digit number obtained 27 more than the original number. ഇത് നമ്മുടെ ബുക്കിലുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതേ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്പർ നമുക്ക് ചേഞ്ച് ആവുന്നുണ്ട്, ചെറിയൊരു മാറ്റം ഉണ്ടാവും. കാരണം ഇവിടെ 2-digit നമ്പറിലെ സമ്മ് 7 എന്നാണുള്ളത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ അത് 11 ആയിരുന്നു. അപ്പോൾ x + y 7 എടുക്കും നമ്മൾ. പിന്നെ ഡിജിറ്റ് റിവേഴ്സ്ഡ് എന്ന് പറയുമ്പോൾ അത് 10x + y നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ 10y + x എന്ന് മാറി വരും. അങ്ങനെയുള്ള കാര്യം ചെയ്തിട്ട് നമുക്കതിൻ്റെ ആൻസർ കണ്ടെത്താം. x + y = 7, 10y + x, അതായത് നമ്പർ റിവേഴ്സ് ചെയ്തപ്പോൾ കിട്ടിയത് 10y + x = 10x + y + 27. അതായത് ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 10x + y ആണ്. റിവേഴ്സ് ചെയ്ത നമ്പറാണിത്. അപ്പോൾ ആദ്യത്തെ നമ്പറിനോട് 27 ആഡ് ചെയ്താലാണ് ഇത് കിട്ടിയിട്ടുണ്ടാവുക, രണ്ടാമത്തെ റിവേഴ്സ് ചെയ്ത നമ്പർ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് y - x = 3 എന്ന് കിട്ടും. ആദ്യത്തത് x + y = 7 ആണ്. x + y എന്നുള്ളതിനെ നമുക്ക് y + x എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യുക? അതിനകത്ത് സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. സെക്കൻഡിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഇക്വേഷനാണ് വലുത്, അതായത് ഫസ്റ്റ് - സെക്കൻഡ് എന്ന് എഴുതാം. നമ്മുടെ നമ്പർ നോക്കുക. ഇത് 1 ഇതോട് 2 എന്നായിരുന്നു കൊടുക്കേണ്ടത്. നമ്പർ ഇടുമ്പോൾ പെട്ടെന്ന് മാറിപ്പോയാണ്. അപ്പോൾ x + y എന്ന് പറയുന്നത് 1ഉം ഇവിടെ 2 ആണ് കൊടുക്കേണ്ടത് ശരിക്കും. അപ്പോൾ അത് 1ൽ നിന്ന് നമ്മൾ 2 മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ x + y ഞാൻ y + x എന്ന് മാറ്റിയത്. അപ്പോൾ y + x = 7ഉം y - x = 3 വരും. മൈനസ് ചെയ്യുമ്പോൾ 7 - 3 4 കിട്ടും. y - -y 0, x - x 2x, and 2x = 4, x = 4/2. നമുക്കറിയാം ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ മേലെ പറയുന്നുണ്ട് 2 നമ്പർ ഡിജിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ 7 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു നമ്പർ 2 ആണെങ്കിൽ മറ്റേ നമ്പർ 5 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ 25 ആയിരിക്കും. 22. The product of two natural numbers is 70 and their sum is 17. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പർ എന്ന് പറയുന്നത് xy 17 x + y 17 എന്നും എടുക്കാം. ഇഫ് xy ആർ നമ്പേഴ്സ് expand x × y xy വരും, x × -1 - x വരും, 1 × y - y വരും, -1 × -1 + 1 വരും. അതിൽ xy മൈനസ് ഓഫ് ഇട്ടിട്ട് നമ്മൾ ഈ x - y നമുക്ക് കാരണം x + y ആണല്ലോ തന്നിട്ടുള്ളത്. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ട് മാറ്റുമ്പോൾ ഈ മൈനസ് ഉള്ളിൽ പോകുമ്പോൾ അത് മൈനസ് ആവും. ആ രീതിയിലൊന്ന് മാറ്റി എഴുതാം. പിന്നെ നമ്മുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 70 - 17 + 1 54 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ 22 വരെയുള്ളതാണ് നമുക്ക് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. അതിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ 8 എണ്ണം എഴുതേണ്ട ആവശ്യമുള്ളൂ. കുറച്ച് ക്വസ്റ്റ്യൻസ് 2 ക്വസ്റ്റ്യൻ എക്സ്ട്രാ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എങ്കിലും എല്ലാ ഭാഗവും നന്നായിട്ട് ക്ലിയർ ചെയ്യാം. എക്സാമിന് പോകുമ്പോൾ എല്ലാം ഈ ഒരു മോഡൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അയക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.